ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് മെച്യൂരിറ്റീനെ കുറിച്ചിട്ടാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഓ, അവളൊക്കെ ഇപ്പം നല്ല മെച്യൂർഡായി, ഇവനിപ്പം ഈ ചെറുപ്രായത്തിലെ മെച്യൂർഡായി, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു ജോലി കിട്ടിയതിന് ശേഷം അയാൾ മെച്യൂർഡായി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മെച്യൂരിറ്റി റിലേറ്റഡ് കേൾക്കുന്നുണ്ട്. എന്താണ് ഈ മെച്യൂരിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെച്യൂരിറ്റി ഒരാളിൽ ഉണ്ടാവുക? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് പ്രായമായി, അല്ലെ ഒരാൾ നമ്മുടെ പ്രായത്തേക്കാൾ മൂത്തതാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് മെച്യൂരിറ്റി ഉണ്ടാവണം എന്നില്ല. ഈ പറഞ്ഞ പോലെ മെച്യൂരിറ്റി ഏത് പ്രായത്തിലാണേലും നമുക്ക് ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണ്. എങ്ങനെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ഇനി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടാണ് മെച്യൂരിറ്റീനെ അളക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് മെച്യൂർഡ് ആവുന്നത്? ഒരു ഏജ് കഴിയുമ്പോൾ. അങ്ങനാണോ? ഒരിക്കലും അല്ല. നമുക്ക് മെച്യൂരിറ്റി വരുന്നത്, ചില പിള്ളേരെ നമ്മൾ പറയും, അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കുറേ കമ്പാരിസൺ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നീ ആ കൊച്ചിനെ കണ്ടുപിടിക്കുക, അവൾ വീട്ടിലെ പണിയെല്ലാം ചെയ്യും, നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കുട്ടി മെച്യൂർഡ് ആവണമെന്നുണ്ടോ? അതേപോലെ തന്നെ മെച്യൂർഡ് അല്ലെന്നും പറയാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല. മെച്യൂരിറ്റി ഈ പറഞ്ഞ സിറ്റുവേഷൻസ്, അതായത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസ് കൂടെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ അനുഭവത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്ന കുറേ പാഠങ്ങൾ ഉണ്ടാവും. ഇതുവഴിയാണ് ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് എന്താ പറയുക, നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം ചിലപ്പം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം ചെറിയ പ്രായത്തിലെ പാരൻസിനെ നഷ്ടപ്പെട്ടവരോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റ് വർക്ക് ചെയ്യേണ്ടവരോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർ ഓട്ടോമാറ്റിക്കലി ഏത് പ്രായമാണെന്ന് വിചാരിക്കില്ല, അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. വൈ? ബിക്കോസ് അവർക്കത് ചെയ്താലേ അത് ഉള്ളൂ. മെച്യൂരിറ്റി ഈസ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി എന്ന് വേണേൽ പറയാം. വൺസ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ റെസ്പോൺസിബിളായി നമുക്കത് ചെയ്യണം, വേറെ ആരും ഇല്ല. ഒരു കോട്ട് ഇങ്ങനെ പറയും, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവത്തുള്ളൂ. അത് വളരെ കറക്റ്റാണ്. അങ്ങനെ ഒരാളില്ലാത്ത പക്ഷം നമ്മൾ തന്നെ ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഈ പറഞ്ഞ മെച്യൂരിറ്റി അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. മിസ്റ്റേക്സ് ഉണ്ടാവും. ഈ മെച്യൂർഡ് പേഴ്സണും അല്ലാത്ത ഒരാളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ ആൻഡ് ബി നമുക്ക് കൂട്ടാം. എ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ, ബി അധികം മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ. ഓക്കെ, ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോഴത്തേനും ഈ രണ്ടുപേരും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാണ്, തമ്മിൽ ക്രിട്ടിസൈസ് ചെയ്യാണ്. കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എയും ബിയും ഇരിക്കുന്ന സമയത്ത് അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്, അവരെ കളിയാക്കാണ്, ഒരുപാട് പ്രലോഭിപ്പിക്കുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, പ്രലോഭനമല്ലല്ലോ, പ്രകോപിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ബി ഇത് കയറിയിട്ട് ബിക്ക് ദേഷ്യം വരുന്നു, ബി കേൾക്കുന്നു, അപ്പം തന്നെ ദേഷ്യപ്പെടുന്നു, നീ എന്തിനാ ഇപ്പം എന്നെ അങ്ങനെ പറഞ്ഞേ, ഞാൻ അങ്ങനെ അല്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലേ നോക്കുന്നു. നേരെ മറിച്ച് എ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, ജസ്റ്റ് ഒരു ചിരി മാത്രം കൊടുക്കുന്നു, ദെൻ നിർത്തുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എന്താന്ന് വെച്ചാൽ, ബി ഓവർ റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് അവർ പറയുന്നത്, അത് തമാശക്കാണോ അല്ലാത്തതാണോ ഒന്നും ചിന്തിക്കുന്നില്ല. അറ്റ് എ ടൈം ആ ഒരു സമയത്ത് തന്നെ ബി റിയാക്ട് ചെയ്യാണ്. എന്നാൽ മറിച്ച് എ ചെയ്തത് എന്താണ്? സൈലന്റ് ആയിട്ട് നിന്നു, ജസ്റ്റ് ഒരു സ്മൈല് മാത്രമാണ് അവിടെ കൊടുത്തത്. ഈവൻ ആ ഒരു സൈലൻസിൽ ഉണ്ടാവും അയാളുടേത്. ഈവൻ ഒരു കാര്യം, ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയുവാണെങ്കിലും അതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യുക. ഇത് ഈ മെച്യൂർഡ് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈവൻ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈഗോ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ അവിടെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും മെച്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മിസ്റ്റേക്സ് പറ്റും, മനുഷ്യരാണ്. പക്ഷേ അവിടെ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഓവർ റിയാക്ട് ചെയ്യാതെ ഒത്തിരി ബഹളം വെച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുത്ത് നോക്കി, ഞാൻ ഇന്നോട്ട് ഇതാകാൻ പോവാ, ഇനി ഞാൻ നിങ്ങളോട് ഒരു കമ്പനിയില്ല, ഈ രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്താണ്ട് എങ്ങനെയൊക്കെ നമുക്കിതിനെ, എന്താണ് സംഭവം, ഇതിന് ഞാൻ എന്താണ് റോള്, ഇതിലെങ്ങനെയൊക്കെ നമുക്കിത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, സോർട്ട് ഔട്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വന്ന് എന്താണോ വേണ്ടതെന്നുള്ള കാര്യം ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇതും മെച്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്. മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ
എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ഭയങ്കര ഇതായിട്ട് ഓക്കെ ഞാൻ മെച്ചുവേർഡാണ് സോ എനിക്കധികം സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനൊന്നുമില്ല. മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരും അവരും മനുഷ്യരാണ്. സോ അവർക്കും ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ഉണ്ട്, ചിരി കളി തമാശ എല്ലാം അവർക്കുള്ളിലും ഉണ്ട്. എപ്പോഴും അവർ സീരിയസ് ആവണമെന്നില്ല. പക്ഷെ അവർ വൺസ് ആ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ഡിഫറെൻറ്റ്. അതാണ് അവരെ മെച്ചുവേർഡ് ആക്കുന്നത്. അല്ലാണ്ട് മെച്ചുവേർഡ് ആൾക്കാരാണ് നമുക്ക് കമ്പനി കൂടാൻ പറ്റത്തില്ല, അവർ ഭയങ്കര മെച്ചുവേർഡാണ്, നമുക്ക് ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല. അവരുടെ അടുത്തിരുന്ന് നമുക്കും പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പേഴ്സണലി ഞാൻ മെച്ചുവേർഡ് ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഇപ്പോഴും അല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം എനിക്ക് ചില സിറ്റുവേഷൻസിനെ മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, ചിലത് ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാര്യമാണ് മെച്യൂരിറ്റി എന്നുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ മെച്യൂരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ഒരാളിൽ നിന്ന് കണ്ടുപിടിച്ച് ഇതാക്കുന്നതിനൊരു പരിധിയുണ്ട്. ഈ ഒരു കേസിൽ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തു, നമ്മളങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയില്ല. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ കാലക്രമേണ നമുക്ക് മെച്യൂരിറ്റി വന്നുകൊണ്ടിരിക്കും. ഞാനൊരു ചേഞ്ചസിനെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ അതേപോലെ ഒരു കുട്ടീൻ്റെ വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിലും ആ കുട്ടിക്ക് എങ്ങനെയാണ് 18 വയസ്സിൽ ഈ പറഞ്ഞ ഇത്രയും മെച്യൂരിറ്റി വന്നത്, ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്, സിറ്റുവേഷൻസ്. ആ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഇതൊക്കെയാണ് ആ ഒരു കുട്ടീനെ മെച്യൂർഡ് ആക്കിയെന്ന് പറയുന്നത്. അപ്പം ഇനിയും മെച്യൂരിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.